രാമേട്ടാ, വല്യേട്ട ഉദ്യോഗം രാജിവെച്ചെന്ന് കേട്ടല്ലോ, ശരിയാണോ? എന്നാ എന്നോട് പറഞ്ഞത്? എന്തിനാ രാമേട്ട? അതാ എനിക്ക് അറിയാൻ പാടില്ല. എന്താ എല്ലാരും കൂടെ മുന്നറിയിപ്പൊന്നുമില്ലാതെ? നാരായണൻകുട്ടി കൂടെ വന്നില്ലേ? ഇല്ല. നിനക്ക് സുഖമാണോ രമേ? എനിക്ക് സുഖത്തിനൊരു കുറവുമില്ല. പക്ഷേ വല്യേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. ഞാൻ എന്ത് ചെയ്തു കുട്ടി? ചേട്ടൻ രാജിവെച്ചത് പത്രത്തിൽ കണ്ടല്ലോ. ശരിയാണ്. പക്ഷെ ഉദ്യോഗം ഞാൻ രാജിവെച്ചില്ല. മുൻകൂട്ടി പെൻഷൻ പറ്റി. ഞാൻ പറഞ്ഞില്ലേ പത്രക്കാരങ്ങനെ കള്ളം എഴുതില്ലെന്ന്. എന്തിനാ ചേട്ടാ ഈ കടുങ്കൈ ചെയ്തത്? കടുങ്കയ്യോ? എനിക്ക് ഉദ്യോഗം വേണ്ടാന്ന് തോന്നി, രാജിവെച്ചു. ചേട്ടൻ ഞങ്ങളെ കുറിച്ച് ഓർത്തില്ല. കൂടുതലായി എന്തോർക്കാൻ? ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾ എല്ലാരും നല്ല നിലയിലായി. എനിക്ക് ജീവിക്കാൻ പെൻഷൻ തുക മതി. 20 വർഷം വീട്ടുകാര്യവും ഓഫീസുകാര്യവും മാത്രമായി കഴിഞ്ഞു. ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി. അതിലെന്താ തെറ്റ്? ചേട്ടൻ ശമ്പളം വാങ്ങി ഞങ്ങൾക്ക് തരാനല്ല, ഒരു IPS ഉദ്യോഗസ്ഥന്റെ സഹോദരങ്ങളാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടായിരുന്നു. അതിന്റെ പ്രയോജനങ്ങൾ ഉണ്ടായിരുന്നു. ചേട്ടന് കഴിയാൻ പെൻഷൻ തുക മാത്രം മതിയായിരിക്കും. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ വളർന്നു എന്ന കാര്യം ചേട്ടൻ മറന്നുപോയി. അവർക്കും അവരുടെ അടുത്ത തലമുറയ്ക്കും വേണ്ടത് തറവാട്ടിലുണ്ട്. ഇപ്പോഴത്തെ ചെലവുകളെ പറ്റി ചേട്ടൻ അറിഞ്ഞൂടാ. അതിനൊരു കാര്യമുണ്ട്. ചോദിച്ചില്ല. വാസന്തി, എന്നെ എന്റെ കുട്ടികളെയും മറന്നിട്ട് ഉദ്യോഗം രാജിവെച്ച ചേട്ടന എന്നെ ശാസിക്കാൻ വരുന്നത്. എനിക്ക് വയ്യ കുട്ടികളെ. ചക്കൽ കെട്ടിയ പോത്തിനെ പോലെ ഇത്രയും കാലം കഴിഞ്ഞു. ഇനി അല്പം സ്വസ്ഥമായി ജീവിക്കാം. ചേട്ടൻ IPS ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടക്കുകയായിരുന്നു. ആരെ? അദ്ദേഹം. ഞാനും അതെ. IPS കാരന്റെ സഹോദരി എന്ന് പറഞ്ഞ കല്യാണം കഴിപ്പിച്ചത്. അതിന്റെ അന്തസ് എവിടെ? പെൻഷൻ പറ്റിയ IPS കാരന്റെ അന്തസ് എവിടെ? അല്ലേ? നിന്റെ അന്തസ് പാലിക്കാൻ കഴിയാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു. ക്ഷമിച്ചുകൾ. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാൻ? ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കാൻ? ശരിയാണ്, നീ പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ലായിരുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ ചോദിച്ചില്ല. മതി, നിങ്ങൾക്ക് പോകാം. ഈ ചേട്ടൻ ഒരുപാട് തെറ്റ് ചെയ്തു. പക്ഷെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷവും ചെയ്തതായി ഞാൻ ഓർക്കുന്നില്ല. ഈ ഉദ്യോഗഭാരവും ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് വയ്യാന്ന് തോന്നി. അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. ഞാൻ പിരിഞ്ഞു. അത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ എം സോറി, ബട്ട് ഐ കുഡ് നോട്ട് ഹെൽപ്പ് ഇറ്റ്. ഇനി ഇതേപ്പറ്റി കൂടുതൽ സംസാരിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നും പറയണ്ട. വേഗം വരൂ രാമേട്ടാ. എവിടേക്കാണെന്ന് പോലും പറഞ്ഞില്ലല്ലോ കുഞ്ഞെ. കാശിക്ക്. കാശിക്കോ? ആ, രാമേട്ടന് കാശിക്ക് പോകണമെന്നല്ലേ ആഗ്രഹം. നമുക്ക് കാശിക്ക് പോവാം. പക്ഷെ കാശിയിൽ എത്തുന്നതിന് മുമ്പ് മറ്റനേകം കാശികളുണ്ട്. നമുക്ക് എല്ലാ കാശിയും സന്ദർശിച്ച് ഒടുവിൽ യഥാർത്ഥ കാശിയിലെത്താം, മോക്ഷം കിട്ടാൻ. എന്തൊക്കെയാണോ പോയി പറയണത്? Good morning, sir. Good morning, sir. ഗുഡ് മോർണിംഗ്. ആരാ അദ്ദേഹം? മാധവൻകുട്ടി മേനോൻ IPS.
DIG ആയിരുന്നു. ആയിരുന്നു. ഇപ്പൊ രാജിവെച്ചു. കഷ്ടം. എന്തിനാ അമ്മാവ? സ്വഭാവ ദൂഷ്യത്തിനോ അതോ നടപടി ദോഷത്തിനോ? അനാവശ്യം പറയുന്നോടാ. അല്ല, അങ്ങനെ പലരെയും പിരിച്ചുവിട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. തന്നെയുമല്ല, അദ്ദേഹത്തിന് പെൻഷൻ പറ്റാനുള്ള പ്രായവുമായില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അദ്ദേഹത്തിന് ഉദ്യോഗത്തിന്റെ ആവശ്യം ഇല്ലെന്ന് തോന്നി രാജിവെച്ചു, അത്രേ ഉള്ളൂ. അമ്മാവൻ? ഞാൻ അമ്മാവൻ തന്നെ. ആഹാ. അയ്യോ, എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇല്ല. എന്റെ പേരാണ് ശ്രീകുമാരൻ. കണ്ടാലും തോന്നും. പിന്നെ ഇവിടെ വരുന്നവരുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് എന്നെ സോഷ്യൽ സർവീസ് എന്നാണ് പലരും വിളിക്കുക. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ചോദിക്കട്ടെ. ശരി. ചായ കൊണ്ടുവരാൻ പറയട്ടെ? ആയിക്കോട്ടെ. സാർ, ഡിന്നർ റെഡി. എനി ആപ്പിറ്റൈസർ? അല്ല, വിശപ്പിന് സ്മോൾ വല്ലതും കൊണ്ടുവരട്ടോന്ന്. ഇറങ്ങി പോണാണെന്ന്. ആശ്രീകരം. നാമം ചെല്ലാനും സമ്മതിക്കില്ലല്ലോ. കയ്യിൽ സ്റ്റോക്ക് കാണുമായിരിക്കും. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, നമുക്ക് നേരത്തെ ഊണ് കഴിച്ച് കിടക്കാം. രാമേട്ടൻ കഴിച്ചോളൂ, എനിക്ക് വിശപ്പില്ല. എന്തെങ്കിലും സ്വല്പം കഴിക്കൂ കുഞ്ഞെ. എനിക്ക് വിശപ്പില്ലാന്നേ. എന്നാ എനിക്കും വിശപ്പില്ല, ഞാനും കഴിക്കുന്നില്ല. എന്തെങ്കിലും വേണോ സാർ? വേണ്ട. ചേച്ചിക്ക് എന്തെങ്കിലും വേണമായിരിക്കും. വേണ്ട, താൻ ശല്യം ഉണ്ടാകാൻ പോണം മിസ്റ്റർ. कुछ क्या नहीं. പോനാൾ പോകട്ടും പോടാ. ഓ, ഐ എം സോറി. ഇയാൾ എവിടുന്നാ കയറി വന്നത്? ഫുൾ പാവം, അറിയാതെ ഇതുവഴി വന്നുപോയതായിരിക്കും. ഹേയ്, മനഃപൂർവ്വം ഉപദ്രവിക്കാൻ കയറി വന്നതാ? അല്ലല്ല, കണ്ടിട്ട് നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. ആ, നിനക്ക് ഞാനൊഴികെ എല്ലാവരും നല്ലവരല്ലേ? ആഹാ. നിൽക്കവിടെ, നിൽക്കാനാ പറഞ്ഞത്. എത്ര ദിവസം ക്യാമ്പുണ്ട്? തീരുമാനിച്ചില്ല, കുറെ ദിവസം ഉണ്ടാവും. തൊഴാനൊന്നും വരുമല്ലോ. ആ,
ആരാണ് അദ്ദേഹം? ആ എനിക്കെങ്ങനെ അറിയാം? ആരോ വലിയ ഒരാളാണെന്ന് തോന്നല്ലേ ഇതില്ല? അന്വേഷിച്ചിട്ട് എന്താ കാര്യം? അദ്ദേഹത്തെ കണ്ട എന്റെ അനിയത്തി ശ്രീമോളുടെ പ്രിൻസിപ്പലിനെ പോലുണ്ട്. നിനക്ക് എപ്പോഴും ഉണ്ട് ഒരു പപ്പയും രണ്ടാനമ്മയും ശ്രീമോളും. ഇനി നീ അതൊന്നും പറഞ്ഞിട്ടില്ല. നോക്കൂ, ദില്ലൻ എത്ര വേഗമാണ് കോപം വരുന്നത്. നീ എന്തെങ്കിലും പറയുമ്പോ ഞാൻ കോപിക്കാറുണ്ടോ? ഞാൻ എന്തെങ്കിലും ഇതുപോലെ പറയാറുണ്ടോ ബന്ധുക്കളെ പറ്റി? ഞാൻ അനാഥനല്ലേ? അനാഥാലയത്തിൽ വളർന്നു, പഠിച്ചു. ഇപ്പോ അവിടെ ഒന്നും പുറത്തായി. എനിക്കാരുമില്ല. ഞാനില്ലേ? ഏയ്, ഞാൻ ഇനി മറ്റാരെ പറ്റിയും പറയില്ല, എന്റെ ദില്ലനെ പറ്റിയല്ലാതെ. തീർച്ച. അമ്പലത്തിലേക്കാ? അല്ല. എന്താ ദൈവവിശ്വാസം ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. പ്രസാദം എടുത്തോളൂ. താങ്ക്സ്. പോകാം. നല്ല ഇളനീര് ഞാൻ പോയി രണ്ടെണ്ണം വാങ്ങിച്ചോണ്ട് വരാം. ആയിക്കോട്ടെ. സിന്ധു, സിന്ധു, അയാൾ എന്തിനാ നോക്കി നിൽക്കുന്നത്? എപ്പോഴും നമ്മളെ പിന്തുടരുന്നത്? നാം എന്തിനാ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? എങ്കിൽ അദ്ദേഹം നമ്മെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതിയാൽ മതി. വരുന്നില്ല.
അയ്യോ അയ്യോ രാമേട്ട, ആ കുട്ടികൾ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നു. എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ, എന്തോ അടുപ്പമുള്ളത് പോലെ. നല്ല കുട്ടികൾ. എങ്ങും വെച്ച് കണ്ടിട്ടുമില്ല, ഒരടുപ്പവുമില്ല. സ്വന്തം മനസ്സിലൊരു കുട്ടിയുണ്ട്. താൻ സ്വയം കുട്ടിയാണ് താനും. പറഞ്ഞാൽ അതൊട്ട് സമ്മതിച്ചു തരികയുമില്ല. രാമേട്ടന്റെ കണ്ണിൽ ഞാൻ എന്നും കുട്ടിയായിരിക്കും. പക്ഷേ ഒരു പക്ഷേമില്ല, കൂട്ടിനൊരാളുണ്ടാവുക. അപ്പോഴേ കുട്ടികളോടുള്ള ബന്ധം എന്താന്ന് മനസ്സിലാവൂ. എന്നിട്ട് ഈ രാമേട്ടനെ കാശിക്ക് പോകാൻ അനുവദിക്കുക. രാമേട്ടൻ പൊയ്ക്കോളൂ കാശിക്ക്. കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ടോ? അത് പറ്റില്ല. കാശി പോയാലും എനിക്ക് മോക്ഷം കിട്ടില്ല. അത്ര വലിയ ദുഃഖമാണെങ്കിൽ നീ പൊയ്ക്കോ. വിടു തന്നെ. എന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനിറങ്ങി തിരിച്ചു? ദിലീപ്, സ്നേഹമില്ലഞ്ഞിട്ടാണോ ദിലീപ്? ശ്രീമോളെ ഓർത്തപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. നിനക്ക് എപ്പോഴും ശ്രീമോളെ പറ്റിയും നിന്റെ വീടിനെ പറ്റിയും മാത്രമല്ലേ ഓർക്കാനുള്ളൂ? കടപ്പുറത്ത് കുട്ടികൾ മണ്ണുവാരി കളിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്റെ ശ്രീമോളെ പോലെ ഒരു കുഞ്ഞിനെ കണ്ടു. എന്റെ രണ്ടാനമ്മയുടെ മകളാണെങ്കിലും അവൾക്ക് എന്നെ എന്തിഷ്ടമാണെന്നോ. ആ അതെ ഞാനും പറഞ്ഞുള്ളൂ. നിന്റെ ചിന്ത മുഴുവൻ ഇപ്പോഴും നിന്റെ വീട്ടിനെ കുറിച്ചാണ്. ഞാൻ നിനക്ക് ആരുമല്ലല്ലോ, ഒരനാഥൻ. ഒരു തമാശയ്ക്ക് കൂടെ ഓടിപ്പോയാൻ കിട്ടിയ വെറും. ദിലീപ്, നീ എന്റെ എല്ലാം എല്ലാമാണ്. നിനക്ക് തോന്നുമ്പോ മാത്രം. അല്ലാത്തപ്പോക്കെ നിന്റെ മനസ്സ് നിറയെ നിന്റെ ബന്ധുക്കളാണ്. എനിക്കറിയാം ഒരു ദിവസം നീ എന്നെ വിട്ടുപോകും. ഇല്ലതില്ല, ഇല്ല. വേണ്ട, നീ എന്നെ ചതിക്കും. ആരുമില്ലാത്ത എനിക്ക് അന്നത് താങ്ങാൻ പറ്റിയില്ല എന്ന് വരും. ദിലീപ്, വിട. ഓ